രണ്ട് ഫ്രെയിമിന് നടുക്കാണ് എഞ്ചിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറവാണ് ബൈക്കിന്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് NS200-ൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഞാൻ NS200-ൻ്റെ റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യാൻ വന്നതല്ല, കാരണം NS200-ൻ്റെ സ്പെക്ക് അറിയാത്തൊരു ബൈക്ക് പ്രേമികൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് NS200 എടുക്കാനുള്ള ഒരു 5 റീസൺസും എന്തുകൊണ്ടാണ് ആൾക്കാർ 2019-ലും NS200 എടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇതോടൊപ്പം ഞാൻ ബൈക്കിൻ്റെ മിനിമം ഡൗൺ പേയ്മെൻറ്റും EMI കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പുതിയ ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ എഞ്ചിനാണ്. 200cc 4 വാൽവ് എഞ്ചിൻ. 2012 ടൈമിൽ ഒരു ബൈക്ക് മാനുഫാക്ചേഴ്സും ചിന്തിക്കാത്തൊരു സ്പെക്കാണിത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. സെഗ്മെൻറ്റിൽ ഏറ്റവും പവറും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണിത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ എർഗണോമിക്സ് ആണ്. NS200 നല്ല കംഫർട്ടബിൾ ആയിട്ട് മോട്ടോർ സൈക്കിളാണ്. അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. സെൻറ്റർ സെറ്റായ ഫുഡ് ബൈക്കൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ബൈക്കാണ്. നല്ല ലോങ് ഒക്കെ പോകുമ്പോൾ ബാക്ക് പെയിനോ ഹാൻഡ് പെയിനോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നല്ല ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണ്. പിന്നെ മിക്ക സ്പോർട്സ് ബൈക്കിലുള്ള പോലത്തെ എൻജിൻ ഹാങ് ചെയ്ത രീതിയിലുള്ളൊരു ചേസിയാണ് ബൈക്കിന് വരുന്നത്. രണ്ട് ഫ്രെയിമിന് നടുക്കാണ് എൻജിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറവാണ് ബൈക്കിന്. അതോടൊപ്പം തന്നെ ബൈക്കിന് കുറച്ചുകൂടി നല്ല സ്റ്റെബിലിറ്റിയും ലഭിക്കുന്നു. അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ഡിസൈനാണ്. എത്ര നല്ല സ്പെക്കുള്ള ബൈക്കാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് ബൈക്കിൻ്റെ ഡിസൈൻ. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ഡിസൈനാണ് ബൈക്കിന് അന്ന് ബജാജ് കൊടുത്തിരിക്കുന്നത്. ബൈക്ക് എത്ര കണ്ടാലും നമുക്കൊരു മടുപ്പ് തോന്നാത്തൊരു ഡിസൈനാണിത്. CB1000Rനോട് സാമ്യം വരുന്നൊരു ഹെഡ്ലൈറ്റാണ് ബൈക്കിനുള്ളത്. അതിൽ തന്നെ കുറേ അധികം ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ബൈക്കിന് നല്ലൊരു അഗ്രസീവ് ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. അഞ്ചാമത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ പ്രൈസാണ്. NS200 വളരെ അട്രാക്റ്റീവായ എമൗണ്ടിലാണ് പ്രൈസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബൈക്കിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ മറ്റ് 200cc ബൈക്കിനേക്കാളും ബൈക്കിൻ്റെ പാർട്സും കുറച്ചും കൂടി ചീപ്പറാണ്. ഇനി ഞാൻ ബൈക്കിൻ്റെ ഡൗൺ പേയ്മെൻറ്റിനെ പറ്റി പറയാം. ഇത്രയും നാളും സക്സസ്ഫുള്ളായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈക്കായതുകൊണ്ട് തന്നെ പല ഫിനാൻസ് കമ്പനികളും ഈ ബൈക്കിന് പല ഫിനാൻസ് ഓഫേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയുള്ള ഏറ്റവും മിനിമം ഡൗൺ പേയ്മെൻറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മാക്സിമം മിനിമം ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 17,000 രൂപ, 17,000 ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അതിൻ്റെ EMI വരുന്നത് 5,400, 5,400 രൂപ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യരുത്. എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും റൈറ്റ് സൈഡ്.